എന്തായാലും സമരം ആരംഭിച്ചിട്ടും സർവീസ് നടത്തുന്ന ഡ്രൈവർമാരെ നേരിൽ കണ്ട് ബോധവൽക്കരിച്ച് സമരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരത്തെ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ചർച്ച നടത്തി സമരം അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സ്വന്തം സജു തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. സംസ്ഥാനത്തെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. അവരുടെ ഓട്ടം നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സെൻട്രലിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏതാണ്ട് 3800-ലധികം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരാണ് ഓടുന്നത്. ഭൂരിഭാഗം ആളുകളും തിരുവനന്തപുരത്ത് സമരത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നല്ലേ? മറ്റുള്ള ആളുകളെയും കൂടി നമ്മളിപ്പോൾ സമരത്തിന്റെ ഭാഗമായി ബോധവൽക്കരണം ഒക്കെ നടത്തുകയാണെന്ന് തോന്നുന്നല്ലേ? ഇതൊരു വലിയ ശൃംഖലയാണ്. അപ്പം സംഘടനാപരമായി നിൽക്കുന്ന വ്യക്തികളുണ്ട്, ഇല്ലാത്ത വ്യക്തികളുണ്ട്. ഈ സംഘടനാ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ഈ സമരത്തിലുണ്ട്. പിന്നെ യാദൃച്ഛികം 1-2 ഡ്രൈവേഴ്സ് ഇത് അറിയാതെ ഒരു പ്ലാറ്റ്ഫോമാണല്ലോ, ഇതൊരു സ്ഥാപനമല്ല. അപ്പം വലിയ രീതിയിൽ ഓടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അറിയാത്ത ഡ്രൈവേഴ്സിനെ കൂടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഈ സമരത്തിൽ അണിചേർക്കുകയാണ്. കാരണം ഇത് അനിശ്ചിതകാല സമരത്തിലേക്കാണ് പോകുന്നത്. ശക്തമായ രീതിയിൽ ഈ കമ്പനികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ നമുക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടായില്ലെങ്കിൽ ഈ സമരം നീണ്ടുപോകുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. കാരണം സമരം ചെയ്യുന്നതും വാഹനം ഓടുന്നതും രണ്ടും ഒരവസ്ഥ തന്നെയാണ്. വരുമാനം ലഭിക്കുന്നില്ല. പിന്നെ രണ്ടിനും പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കുത്തക കമ്പനികൾക്ക് വേണ്ടി സർക്കാർ ഇത് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പറയുന്നത് ഈ കമ്പനിയുടെ പ്രതിനിധികളെയും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെയും ഈ ടാക്സി മേഖലയിൽ തൊഴിലെടുക്കുന്ന യൂണിയൻ നേതാക്കളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്കിരുത്തി ന്യായമായ ആവശ്യം സർക്കാരിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ന്യായമായ ആവശ്യം ഈ കമ്പനികളെ കൊണ്ട് അംഗീകരിപ്പിച്ച് തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനമേ ചോദിക്കുന്നുള്ളൂ. പ്രധാന ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? പ്രധാന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മിനിമം ചാർജ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ഓടുന്നതിന് കാറിന് ലഭിക്കുന്നത് 200 രൂപയാണ്. ആ 200 രൂപ ഈ ആപ്പുകളിലേക്ക് വരണം. അതുകൂടാതെ ഇന്റർസിറ്റിയിൽ ഞങ്ങൾക്ക് പോകുന്നത് 1 സൈഡ് ഫെയറിലാണ്. തിരിച്ചു വരാനുള്ള റേറ്റില്ല. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് സർവീസ് നടത്തുന്ന ഒരു വാഹനം കൊല്ലത്തേക്ക് പോയാൽ അവൻ തിരിച്ച് വൈകിട്ട് അവൻ്റെ വീട്ടിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട ഒറ്റ സൈഡിലേക്കുള്ള ട്രിപ്പ് എടുക്കാൻ കഴിയുന്നില്ല. അതുകൂടാതെ ഈ വർദ്ധിച്ചു വരുന്ന വണ്ടിയുടെ മെയിൻ്റനൻസ്, CNGയുടെ പെട്രോൾ മുതലായവയുടെ വർധനവ്, ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലുള്ള ഭാരമാണ്. ഈ 16,000-ഉം 22,000-ഉം മുതൽ മുടക്കി EMI ഓരോ മാസവും അടക്കേണ്ട ഡ്രൈവേഴ്സാണ് ഈ സുഹൃത്തുക്കളാണ് ഈ നിൽക്കുന്നത് മുഴുവൻ. ഞങ്ങൾ ഓടിയാലും ഇല്ലെങ്കിലും ഇത് ഞങ്ങൾക്ക് അടക്കണം. മിക്കവരുടെ വീടുകളിലേക്ക് നോട്ടീസ് എത്തിക്കഴിഞ്ഞു. കിലോമീറ്റർ 19 രൂപ നമുക്ക് മിനിമം ചാർജ് എങ്കിലും കിട്ടണം. ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കിലോമീറ്റർ 12 രൂപയ്ക്കാണ്. ഗവൺമെൻറ് ഇതിന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? 50% റേറ്റ് ഗവൺമെൻറ് നിശ്ചയിച്ച 50% റേറ്റിന് താഴെത്താനും 50% റേറ്റിന് മുകളിൽ കൊടുക്കാനും കമ്പനിക്ക് അവകാശമുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നമുക്ക് വലുത്. നിങ്ങൾ ഡ്രൈവർമാർ വേണമെങ്കിൽ ഓടിയാൽ മതിയുടെ എന്നാണ് ഗവൺമെന്റ് വരെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഓടുന്ന ആളുകൾ കൂടി ഈ ഓട്ടം നിർത്തിക്കൊണ്ട് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക്, അനിശ്ചിതകാലത്തിലേക്ക് തന്നെ ഇത് കൊണ്ടുപോകാൻ തന്നെയാണ് എന്തായാലും ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയുടെ തീരുമാനം എന്നാണ് ഇവരും പറഞ്ഞു വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ര്യ സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.